ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു എൽ ജിയുടെ ഡെക്ക് സെറ്റ് കിട്ടിയിട്ടുണ്ട്. അത് DVD, പിന്നെ കാസറ്റ് പ്ലെയർ, USB, ആക്സ് എല്ലാം കൂടെ ഉള്ളൊരു സെറ്റാണ്. അപ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഔട്ട്പുട്ട് ചെറിയ സൗണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രീ ആംപ്ലിഫയർ കംപ്ലൈൻ്റാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം, അതെങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. ഓക്കെ പ്ലീസ്. അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ് വരുന്നത്. ഇവിടെയാണ് IC കാര്യങ്ങളെല്ലാം. ഇതിനകത്താണ് IC ചിപ്പുകൾ വരും. അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് ഇത് വരുന്നത്. കാസറ്റ് പ്ലെയറിൻ്റെ പ്രീ ആംപ്ലിഫയർ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇത് മേളിൽ ഇതാണ് CD പ്ലെയർ, DVD അതിൻ്റെ സെക്ഷൻ ഇവിടെയാണ്. പിന്നെ ഇപ്പോൾ ഒരു പവർ സപ്ലൈ ഉണ്ട്, അതിൻ്റെ അടിയിൽ വരുന്നത് ഈ ബോക്സിലാണ് വരുന്നത്. SMPS പവർ സപ്ലൈ ആണ്. ഇപ്പം നമുക്ക് നോക്കാം എന്താ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് നോക്കിയപ്പം വരുന്ന കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആംപ്ലിഫയറാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ അതിനകത്ത് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നില്ല, അതാണ് കംപ്ലൈൻറ്റ്. അപ്പം നമുക്കിതിൻ്റെ IC മാറ്റി വെക്കുകയെന്ന് വെച്ചാൽ വളരെ ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു മോഡ്യൂൾ ആഡിയോ ബോർഡ് കൊടുത്ത് നമുക്കത് കംപ്ലൈൻറ്റ് പരിഹരിക്കാമെന്ന് നോക്കാം. നമുക്കത് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്ലാസ് D ഒരു ചെറിയ 30 വാട്ട്സ് 30 വരുന്ന ഒരു ഇതാണ് എടുത്തേക്കുന്നത്. 60 വാട്ട്സ് 2 ചാനൽ സ്റ്റീരിയോ, അതിൻ്റെ ഒരു ആംപ്ലിഫയർ ബോർഡാണ് വരുന്നത്. ഇത് നല്ല ക്ലാരിറ്റി ഉള്ളൊരു ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തിട്ട് നോക്കാം. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോഡ്യൂൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവം ആഡിയോ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പാട്ട് കേട്ട് നോക്കാം. ഓക്കെ, ഒരു ഫോണാവുന്നു. പവർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പം നമ്മത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.